ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കൾച്ചർ ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? അപ്പോൾ വീഡിയോസൊക്കെ ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് തമിഴിൽ കണ്ട പോലെ നമ്മുടെ കുഞ്ഞ് ബേബി ജനുവരി 1 വന്നു കേട്ടോ. അപ്പോൾ ഇത് ഡിസംബർ 31 വീഡിയോ ആണ്. അപ്പോൾ അത് ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനാകെ ടെൻഷനിലായിരുന്നു ഏട്ടൻ എത്തുമോയെന്ന്. കാരണം ലേറ്റായിട്ടാണ് ആളെത്തിയത്. അങ്ങനെ തന്നെ ലേബർ റൂമിലേക്ക് നടക്കാം കേട്ടോ. ഞാൻ എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് 5 ദിവസം നിൽക്കേണ്ടി വന്നിട്ട് അവിടെ. അപ്പോൾ തിങ്കളാഴ്ച 5 ജനുവരി 5 നമുക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ ഡോക്ടർ. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും കാവ്യ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ്, പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കുക കേട്ടോ. അമ്മ വാവേനെ സാധനങ്ങളൊക്കെ ആയിട്ട് താഴെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കാണെങ്കിൽ ഭയങ്കര മിസ്സിങ് ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൊമെൻറ്റ് ലേബർ റൂമിലേക്ക് പോകുന്നതും രാവിലെ ഇഞ്ചക്ഷൻ വെക്കാൻ പോകുന്നതും അതൊക്കെ. അപ്പോൾ എനിക്ക് ആ റൂമിൽ തന്നെ വല്ലാണ്ട് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്. പക്ഷെ ഞാൻ ഒരുപാട് എനിക്ക് സങ്കടവും സന്തോഷവും ഒരേ നിമിഷം വന്നൊരു ഡേ ഒക്കെ ആയിരുന്നു അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എനിക്ക് ഹെൽത്ത് ഓക്കെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അമ്മ കുഞ്ഞിനായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഏട്ടൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കുകയാണ്. അങ്ങനെ അച്ഛനും ഏട്ടനും കാറിൽ വന്നിട്ടുണ്ടായിരുന്നത് കൂട്ടാൻ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ചെറിയൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മ വന്നിട്ട് ചെറിയൊരു ആരതിയൊക്കെ ഒഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് കയറ്റിയത്. അങ്ങനെ ഞാൻ അമ്മ അടുത്ത് പറയാം, കുഞ്ഞിനെ എനിക്ക് തായോ, ഞാൻ എടുക്കാം. അപ്പം അമ്മ പറഞ്ഞു വേണ്ട, നീ എടുക്കേണ്ട എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ നടക്കാനൊക്കെ കുറച്ച് കഷ്ടമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് കയറുകയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം പെട്ടെന്നാണ് വീട്ടിലൊന്ന് ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അന്ന് തന്നെ നമ്മൾ അഡ്മിറ്റ് ആവുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീട് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്നുള്ളൊരു പ്ലാനിങ് കൂടെയാണ് പോയിരുന്നത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് അനിയത്തി അനിയനും ഭയങ്കര സ്വീകരണമായിരുന്നു കേട്ടോ, ബലൂണൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനൊരു മൊമെൻറ്റ്. സോ ഞാൻ വളരെ ഹാപ്പിയായി കേട്ടോ. അപ്പോൾ ഒരു 3 ദിവസത്തെ വീഡിയോ തന്നെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ വഴി വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.